ധൈര്യവും ഒരു കൊച്ചു കഥ. ഒരു രാജാവിന് 2 കുതിരകളുണ്ടായിരുന്നു. ഒന്ന് മനോഹരമായ വെളുത്ത കുതിരയും മറ്റൊന്ന് അത്ര ഭംഗിയില്ലാത്ത കറുത്ത കുതിരയും. വെളുത്ത കുതിര എപ്പോഴും പറയുമായിരുന്നു, ഞാനാണ് ഏറ്റവും ഭംഗി, അതുകൊണ്ട് രാജാവിന് എന്നെയാണ് കൂടുതൽ ഇഷ്ടമെന്ന്. ഒരു ദിവസം അയൽരാജ്യം ആക്രമിച്ചു. യുദ്ധത്തിന് പോകേണ്ടി വന്നു. രാജാവ് തന്റെ കറുത്ത കുതിരയാണ് യുദ്ധത്തിന് തിരഞ്ഞെടുത്തത്. കാരണം അതിന് നല്ല കരുത്തും ധൈര്യവും ഉണ്ടായിരുന്നു. കാരണം വെളുത്ത കുതിരക്ക് തീരെ ധൈര്യവും കരുത്തും ഒന്നും ഉണ്ടായിരുന്നില്ല. കറുത്ത കുതിര ധൈര്യത്തോടെ പോരാടി രാജാവിനെ വിജയിപ്പിച്ചു. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ രാജാവ് കറുത്ത കുതിരയെ ഒരുപാട് പ്രശംസിച്ചു. സുന്ദരനാണെങ്കിൽ യുദ്ധം ചെയ്യാൻ പേടിയുള്ള വെളുത്ത കുതിരക്ക് തന്റെ അഹങ്കാരത്തിൽ വിഷമം തോന്നി. കഥയിലെ പാടെന്താന്ന് വെച്ചാൽ രൂപത്തേക്കാൾ പ്രധാനം ഗുണത്തിലും കഴിവിലുമാണ്. വെട്ടിക്കിളിയും ഒരു കൊച്ചു കഥ. ഒരു വേനൽക്കാലത്ത് ഒരു ഉറുമ്പ് കഷ്ടപ്പെട്ട് ഭക്ഷണം ശേഖരിക്കുമായിരുന്നു. ഇത് കണ്ട ഒരു വെട്ടുക്കിളി അവനെ പരിഹസിച്ച് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഈ നല്ല കാലാവസ്ഥ ആസ്വദിക്കൂ എന്ന്. പക്ഷേ അധികം വൈകാതെ മഴക്കാലം വന്നപ്പോൾ ഉറുമ്പിന്റെ കയ്യിൽ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ വെട്ടുകിളിന്റെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. വെട്ടുകിളി വിശന്ന് വലഞ്ഞ് അവൻ ഉറുമ്പിന്റെ അടുത്ത് സഹായം ചോദിച്ചു. ഉറുമ്പ് തന്റെ ഭക്ഷണം നൽകി പറഞ്ഞു, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യണം എന്ന്. വെട്ടുകിളിക്ക് തന്റെ തെറ്റ് മനസ്സിലായി. സോ കഥയിലെ പാഠം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ അധ്വാനം നാളത്തെ സുരക്ഷയാണ്. അത് നന്നായാൽ ഒരു കൊച്ചു കഥ. ഒരിക്കൽ ഒരു കടയിൽ നിന്ന് 2 തത്തക്കുഞ്ഞുങ്ങളെ 2 പേര് കൊണ്ടുപോയി. ഒരു തത്തക്കുഞ്ഞിനെ എപ്പോഴും കള്ളം പറഞ്ഞ് മറ്റൊരാളെ ദ്രോഹിച്ച് ജീവിക്കുന്ന ഒരാളും മറ്റേ കുഞ്ഞിനെ നന്മയുള്ള വളരെ സ്നേഹമുള്ള ഒരാളും വളർത്തി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു രാജാവ് ആ വഴിയിലൂടെ വന്നു. ആ കള്ളന്റെ വീടിന്റെ അടുത്ത് എത്തിയപ്പോൾ ആ തത്ത പറഞ്ഞു, വേഗം വരൂ, അയാളുടെ സ്വർണ്ണം നമുക്ക് തട്ടിയെടുക്കാമെന്ന്. മറ്റേ കുട്ടിയുടെ വീടിനടുത്ത് എത്തിയപ്പോൾ അവിടുത്തെ തത്ത പറഞ്ഞു, രാജാവ് വരൂ, ഇവിടെ ഇരുന്ന് വിശ്രമിക്കൂ, വെള്ളം കുടിക്കൂ എന്ന്. അതിലെ പാടെന്താന്ന് വെച്ചാൽ ഒരേ അമ്മയുടെ മക്കളാണെങ്കിലും വളർന്ന സാഹചര്യം അവരെ കൂട്ടുകെട്ടുമാണ് അവരെ മാറ്റിയത്. അതായത് നല്ല കൂട്ടുകെട്ട് നല്ല ഗുണങ്ങൾ നൽകുമെന്ന്. കാക്കയും ഒരു കൊച്ചു കഥ. ഒരു കാട്ടിലൊരു മനോഹരമായ മയിലും അതിൻ്റെ കൂടെ ഒരു കാക്കയും ഉണ്ടായിരുന്നു. ആ മയിൽ എപ്പോഴും തന്റെ നിറങ്ങളെക്കുറിച്ച് അഹങ്കരിച്ച് പറയുമായിരുന്നു. ഒപ്പം കാക്കയെ പരിഹസിക്കുമായിരുന്നു. പക്ഷെ കാക്ക ഒന്നും പ്രതികരിച്ചില്ല. ഒരു ദിവസം കാട്ടിൽ തീപിടുത്തം ഉണ്ടായി. കാക്ക വേഗത്തിൽ പറന്നു. പക്ഷെ മയിലിന് പറക്കാൻ ബുദ്ധിമുട്ടായി. കാക്ക വേഗത്തിൽ പറന്ന് മയിലിനെ രക്ഷിക്കാനായി മറ്റുള്ള മൃഗങ്ങളോട് സഹായം ചോദിച്ചു. അങ്ങനെ അവരെല്ലാരും ചേർന്ന് മയിലിനെ രക്ഷപ്പെടുത്തി. മയിലിന് തന്നോട് തന്നെ ലജ്ജ തോന്നി. കാക്കയോട് നന്ദി പറഞ്ഞ് അവൻ പറഞ്ഞു, കാണുന്ന നിറത്തിലല്ല, നല്ല മനസ്സാണ് ഏറ്റവും വലുത് എന്ന് അവൻ പഠിച്ചു. കഥയിലെ പാഠം എന്താന്ന് വെച്ചാൽ യഥാർത്ഥ സൗന്ദര്യം മനസ്സിലാണ്. യും ഉറങ്ങാത്ത പൂവും ഒരു കൊച്ചു കഥ. ഒരു മനോഹരമായ പൂന്തോട്ടത്തിൽ ഭംഗിയുള്ള ഒരു ഏഞ്ചൽ ഉണ്ടായിരുന്നു. അവിടെയുള്ള പൂക്കൾക്ക് നിറം നൽകുന്നതായിരുന്നു അവളുടെ ജോലി. ഒരു ദിവസം ആ ഏഞ്ചൽ ഒരു വാടിയ പനിനീർ പൂവിനെ കണ്ടു. ആ പൂവ് മാത്രം വിരിയാതെ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. ഏഞ്ചൽ മാന്ത്രികവടി വീശി ചോദിച്ചു, നീ എന്താ വിരിയാത്തത് എന്ന്. ആ പൂ പറഞ്ഞു, എനിക്ക് മണം കുറവാണ്, ആരും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന്. ഏഞ്ചൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ മനസ്സിന്റെ നന്മയാണ് ഏറ്റവും വലുത് എന്ന്. അങ്ങനെ ഏഞ്ചൽ തന്റെ മാന്ത്രിക വടി കൊണ്ട് പൂവിനെ തൊട്ടു. അപ്പോൾ പെട്ടെന്ന് ആ പൂന്തോട്ടത്തിൽ ഏറ്റവും സുഗന്ധമുള്ള പൂവായി അത് മാറി. ആയിരക്കണക്കിന് പൂമ്പാറ്റകൾ ആ പൂവിനെ തേടിയെത്തി. മാലാഖ പൂവിന് പഠിപ്പിച്ചു കൊടുത്ത എന്താന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മളും മനോഹരമാകും എന്നാണ്. അതായത് നമ്മുടെ നന്മയുള്ള പ്രവൃത്തികളാണ് നമുക്ക് യഥാർത്ഥ ഭംഗി നൽകുന്നത്. കഴുതയും ഒരു കൊച്ചു കഥ. ഒരു വ്യാപാരി തന്റെ കുതിരയുടെയും കഴുതയുടെയും പുറത്ത് ചരക്കുകൾ കയറ്റി യാത്ര ചെയ്യുകയായിരുന്നു. കൂടുതൽ ഭാരം കഴുതയുടെ പുറത്തായിരുന്നു. കുതിരയുടെ പുറത്ത് കുറച്ച് ഭാരമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാരം സഹിക്കാതെ വന്നപ്പോൾ കഴുത കുതിരയോട് സഹായം ചോദിച്ചു, കുറച്ച് ഭാരം നീ എടുക്കുമോ? പക്ഷെ അഹങ്കാരിയായ കുതിര അത് സമ്മതിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാരം താങ്ങാനാവാതെ കഴുത കുഴഞ്ഞു വീണു. അപ്പോൾ വ്യാപാരി കഴുതയുടെ പുറത്തുണ്ടായിരുന്ന മുഴുവൻ ഭാരവും കുതിരയുടെ പുറത്ത് വെച്ചു. കഴുതയെ സഹായിച്ചിരുന്നെങ്കിൽ തനിക്ക് ഇത്രയും ഭാരം ചുമക്കേണ്ടി വരില്ലായിരുന്നു എന്ന് കുതിര വഴുകി തിരിച്ചറിഞ്ഞു. കഥയിലെ പാഠം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കാൻ മടിക്കരുത്. ചിലപ്പോൾ അത് നമ്മൾക്കും ഗുണം ചെയ്തേക്കാം. സ്റ്റോറി. ഞാൻ പോകുന്നു. ബൈ.